my dear മക്കളെ, ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻ ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അപ്പം മക്കളെ അറിയാലോ, അർജുൻ സാറാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പോയം എന്ന് പറയുന്നത് ദ ഹാർട്ട് ഓഫ് എ വുമൺ. ആരാ എഴുതിയത്? ജോർജിയ ഡഗ്ലസ് ജോൺസൺ എഴുതിയിട്ടുള്ള വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പോയം. നമ്മളെല്ലാ കാലവും ഓർത്തിരിക്കേണ്ടത്, വെറുതെ പരീക്ഷയ്ക്ക് പഠിച്ച് മാർക്ക് വാങ്ങുക എന്നതിൻ്റെ അപ്പുറം എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു പോയമാണ് ദ ഹാർട്ട് ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ ഹൃദയം. അപ്പോൾ സ്ത്രീയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് വിമൻ എംപവർമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പോയമാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു പോയം നിങ്ങളുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ആദ്യം നമുക്ക് ജോർജിയ ഡഗ്ലസ് ജോൺസനെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് എന്തായാലും പ്രൊഫൈൽ റേറ്റിംഗ് ഒക്കെ പഠിച്ചു വെക്കണ്ടേ? അപ്പം ജോർജിയ ഡഗ്ലസ് Johnson 1880 to 1966 was an African American poet. ഒരു ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റാണ്. The Heart of a Woman and Other Poems, Bronze, A Book of Verses, An Autumn Love Cycle and Share My World are her famous collections of poems. ഇത്രയും ഒരുപാട് പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് നമ്മുടെ ജോർജിയ ഡഗ്ലസ് ജോൺസൺ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോയം ആദ്യം ഒന്ന് നന്നായിട്ട് വായിക്കാം. ആകെ ഇതിലൊരു 8 വരികളേ ഉള്ളൂ. പക്ഷേ എന്താണ്, അതൊരു ഇൻഫിനിറ്റിയാണ് നമ്മുടെ മുന്നിൽ കാണിച്ചിരുന്നത് അല്ലേ? 8ൽ നിന്നും ഒരു ഇൻഫിനിറ്റിയിലേക്ക്, അതായത് എല്ലാ കാലവും നിലനിൽക്കുന്ന എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും മനസ്സിലാക്കേണ്ട, ഉള്ളിലേക്ക് എടുക്കേണ്ട, നന്നായിട്ടൊന്ന് ഗ്രഹിക്കേണ്ട ഒരു പോയം കൂടിയാണിത്. ഓക്കെ, ആദ്യം ഞാൻ നിങ്ങൾക്കിത് വായിച്ചു തരാം, നോക്കിക്കോ. The heart of a woman goes forth with the dawn, as a lone bird soft winging so restlessly on, far over life's skirts and valse. Does it true? In the wake of those echoes, the heart calls home. The heart of a woman falls back with the night and enters some alien cage in its plight and tries to forget it has dreamed of the stars, while it breaks on the sheltering bars. നോക്കിക്കോ, ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കാം. The heart of a woman, ഒരു സ്ത്രീയുടെ ഹൃദയം, goes forth with the dawn, പ്രഭാതമാകുമ്പോൾ തന്നെ മുന്നോട്ട് ചലിക്കും. അപ്പോൾ അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരു സ്ത്രീ അവളുടെ കാര്യങ്ങളിൽ മുഴുകുകയാണ്. അതാണ് ആ സ്ത്രീയുടെ ഹൃദയം രാവിലെ തന്നെ മുന്നോട്ട് കുതിക്കും, പ്രഭാതത്തിൽ തന്നെ മുന്നോട്ട് കുതിക്കും. ആസ് എ ലോൺ ബേർഡ്, എങ്ങനെയാണ് പോകുന്നത്? ഒരു ഏകാഗിയായ പക്ഷിയെപ്പോലെ, കൂട്ടിനാരുമില്ലാത്ത ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ് സ്ത്രീകളുടെ ഹൃദയം. എന്നിട്ടോ അതെങ്ങനെയൊക്കെയാണല്ലോ, സോഫ്റ്റ് വിങ്, വളരെ മൃദുവായി, വളരെ പതുക്കെയാണ് അത് ചിറകുകൾ അടിച്ചുകൊണ്ട് പോകുന്നത്. സോ റെസ്റ്റ്ലെസ്ലി ഓൺ, അതെങ്ങനെയാണ്, അടക്കമില്ലാതെ നിർത്താതെ അതിങ്ങനെ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. വളരെ പതുക്കെ, നിർത്താതെ, ഒറ്റയ്ക്ക് പറക്കുന്ന ഒരു പക്ഷിയാണ് സ്ത്രീയുടെ ഹൃദയം. എന്നിട്ടോ ഫാർ ഓവർ ലൈഫ് ടെററ്റ്സ്, അങ്ങകലെ ജീവിതത്തിൻ്റെ ടെററ്റ്സ്, ഗോപുരങ്ങളിലും. ഗോപുരം എന്ന് വെച്ചാൽ ഒരു കോട്ടയുടെ തന്നെ ഏറ്റവും മുകളിലുണ്ടാവുന്ന ഒരു ടവറിനെയാണ് നമ്മൾ ടെററ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നല്ല പൊക്കത്തിലായിരിക്കും, നല്ല ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. അഫാർ ഓവർ ലൈഫ് ടെററ്റ്സ്, ജീവിതത്തിൻ്റെ അങ്ങ് അകലെയുള്ള ഗോപുരങ്ങളിലും. ആൻഡ് വാൽസ് എന്ന് വെച്ചാൽ വാലീസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ വാലീസ് ഉണ്ടല്ലോ, താഴ്വരകൾ, ആ താഴ്വരകളെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാൽസ് ഡെസേർട്ട് റൂം, അതിങ്ങനെ അലഞ്ഞു നടക്കും. അതായത് ഉയരങ്ങളിലും താഴ്ചകളിലും എല്ലാം നിങ്ങളുടെ ഹൃദയം, സ്ത്രീകളുടെ ഹൃദയം ഇങ്ങനെ അലഞ്ഞു നടക്കും, പാറി നടക്കും. അതിന് പൊക്കം സൂചിപ്പിക്കുന്നത് ഏതാണ്? ടെററ്റ്സും വാലീസ്, ആ ഗർത്തമുണ്ടല്ലോ, ആ താഴ്ചയുണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കുന്നത് വാൽസും വെച്ചിട്ടാണ്. ഓക്കെ, പൊക്കത്തിലും ഉണ്ടാവും, താഴ്ചയിലും ഉണ്ടാവും. അതായത് ജീവിതത്തിൽ അങ്ങനെയാണല്ലോ അല്ലേ, എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, ഒരേ ലൈന് വരിക എന്ന അർത്ഥം എന്താണ്? നമ്മൾ മരിച്ചു പോയിന്നാ, ഇങ്ങനെ പൊന്തി താണ് പോകുമ്പോഴാണ് ലൈഫ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പൊക്കത്തിലും താഴ്ത്തത്തിലെല്ലാം അതിങ്ങനെ പാറി നടക്കുന്നു. ഇൻ ദ വീക്ക് ഓഫ് ദാറ്റ് എക്കോസ്, ആ എക്കോസിൻ്റെ എല്ലാം വിളികളിൽ സമയത്ത് ദ ഹാർട്ട് കോൾസ് ഹോം. ഇവിടെ ഹോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പീസ്, സമാധാനം, അതുപോലെ തന്നെ ഷെൽട്ടർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവരിങ്ങനെ പാറി നടക്കുന്ന സമയത്തെല്ലാം അവർ ശ്രദ്ധിക്കുന്നത്, അവർക്ക് വേണ്ടത് എന്താണ്? വീടാണ്, സമാധാനമാണ്, സ്വപ്നങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനെ പറക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടത് വീടാണ്, അതായത് അവരെ ഉൾക്കൊള്ളുന്ന, അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഒരു പറ്റിയ ഇടമാണ്, സമാധാന ജീവിതമാണ്. ദ ഹാർട്ട് ഓഫ് എ വുമൺ ഫോൾസ് ബാക്ക് ഇൻ ദ നൈറ്റ്, രാത്രി ആവുന്ന സമയത്ത് ഈ ഹൃദയം പിൻവാങ്ങും.
അത്രയും കുതിച്ച് മുന്നോട്ട് പോയിരുന്ന, ഉയരങ്ങളിലും താഴ്ചകളിലും ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിരുന്ന, സ്വപ്നങ്ങൾ ഒരുപാട് കണ്ടിരുന്ന ആ ഹൃദയമുണ്ടല്ലോ, ഹാർട്ട് ഓഫ് എ വുമൺ ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്, രാത്രിയാകുമ്പോൾ പിൻവലിയും, പിന്നോട്ട് വരും, അതായത് തോറ്റു കൊടുക്കും എന്നൊരർത്ഥത്തിൽ. ആൻഡ് എൻഡേഴ്സ് സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്, അതിൻ്റെ ഗതികേട് കാരണം, ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഗതികേട്, കഷ്ടപ്പാട് കാരണം എന്താണ് അത്, എൻഡേഴ്സ് സം ഏലിയൻ കേജ്, തീർത്തും അപരിചിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കൂട്ടിലേക്ക്. നമുക്ക് കൂട്ടിൽ കയറുക എന്ന് പറഞ്ഞാൽ എന്താ, പിന്നെ നമുക്ക് അവിടെ ഫ്രീഡം ഇല്ലാതായി എന്നല്ലേ. പക്ഷികളെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണോ കൊടുക്കുന്നത് അത് കഴിച്ചുകൊണ്ട് ആ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴിയെണ്ണി ഇരിക്കേണ്ടി വരും. സോ ഇവിടെ എന്താ പറയുന്നത്, അതുപോലെ ഒരു ഏലിയൻ, സ്ട്രേഞ്ച് ആയിട്ടുള്ള അപരിചിതമായിട്ടുള്ള ഒരു കൂട്ടിലേക്ക് കയറണം. ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്, അതിൻ്റെ ഗതികേട് കാരണം. ഓക്കെ, ഗതികേട്, കഷ്ടസ്ഥിതി എന്നൊക്കെയാണ് ഫ്ലൈറ്റിനെ പറയുന്നത്. ആൻഡ് ട്രൈസ് ടു ഫോർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്. എന്നിട്ട് എന്ത് ചെയ്യണം, ട്രൈസ് ടു ഫോർഗെറ്റ്, മറക്കാൻ ശ്രമിക്കണം, ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്, അവൾ കണ്ട സ്വപ്നങ്ങൾ. അതായത് നക്ഷത്രങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, ഉയർച്ചകളാണ് അല്ലേ. നമ്മൾ സ്റ്റാർ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആയി എന്നാണ്. സോ അവരുടെ ഗതികേടുകൾ കാരണം അവർ മറക്കാൻ ശ്രമിക്കണം അവർ സ്വപ്നം കണ്ടിരുന്ന നക്ഷത്രങ്ങളെല്ലാം, അവർ സ്വപ്നം കണ്ടിരുന്ന വിജയങ്ങളും ഉയർച്ചകളും എല്ലാം അവരെന്ത് ചെയ്യാണ്, അവരുടെ ഈ റെസ്പോൺസിബിലിറ്റീസ് കാരണം, അവരുടെ സാമൂഹ്യ സ്ഥിതി കാരണം, സോഷ്യൽ സിസ്റ്റം കാരണം അവരെന്ത് ചെയ്യാണ്, മറക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും മറക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അല്ലേ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമുക്കത് മറക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷേ മറക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഷ്ടമില്ലാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, അത് മറക്കാൻ ശ്രമിക്കുകയാണ് അവർ കണ്ട സ്വപ്നങ്ങൾ, നക്ഷത്രങ്ങൾ. വൈൽ ഇറ്റ് ബ്രേക്സ് ഓൺ ദ ഷെൽട്ടറിങ് ബാർസ്. കണ്ട, ഷെൽട്ടറിങ് ബാർസിനകത്ത് നിന്നുകൊണ്ട് ആ സ്വപ്നങ്ങൾ തകർന്ന് പോവുകയാണ്. ഇവിടെ നിങ്ങൾ ഷെൽട്ടറിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന കൂടാണ്. പക്ഷേ സംരക്ഷണം പലപ്പോഴും എന്താണ്, ഒരു കാരാഗ്രഹമായി മാറാറുണ്ട്, ജയിലായി മാറാറുണ്ട് അല്ലേ. നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മളോടുള്ള സ്നേഹം കൂടുതൽ കാരണം ചില ആളുകൾ നമ്മളിങ്ങനെ പൊതിഞ്ഞ് വളർത്തും. അയ്യോ അങ്ങോട്ട് പോകരുത്, കൈമുറിയും കാലുമുറിയും വീണു പോകും, പുറത്തോട്ട് പോകരുത്, അവരിങ്ങനെയാക്കും കണ്ണൂത്തി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാറുണ്ട്. പക്ഷേ അവിടെ നമ്മളോടുള്ള ഇഷ്ടക്കൂടുതലുകൾ അങ്ങോട്ടാണെങ്കിൽ കൂടി നമ്മളെ അവരിങ്ങനെ കൂട്ടിലിട്ട് വളർത്തില്ലേ, അവിടെ വെച്ച് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്, നമ്മുടെ സ്വപ്നങ്ങളാണ്, നമ്മുടെ കരിയറാണ്, ജീവിതമാണ്. അതെല്ലാം തകർന്ന് പോവുകയാണ്. ഇവിടെ ഷെൽട്ടറിങ് ബാർസ്, അഭയം നൽകുന്ന അഴികൾ തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്താണ്, അവസാനം കുറിക്കുകയാണ്. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഷെൽട്ടറിങ് ബാർസ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ പൂട്ടിയിടുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ കാണാൻ, അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നു പോകാനൊന്നും അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സാമൂഹിക സ്ഥിതി നമ്മൾ കേരളത്തിലോ ലോകത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ തന്നെ അവിടെ എന്താ അവസ്ഥ, സ്ത്രീകൾക്ക് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ലോകം അവർക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ടോ? അവരെന്നും പുരുഷന്മാരുടെ തണലിലേക്ക് ഇങ്ങനെ ഒതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, പുരുഷന്മാർ അവരുടെ മേലെ നിയന്ത്രണം വയ്ക്കുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എസ്ഐക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ അപ്രിസിയേഷൻ ചോദിക്കും, നോട്ടീസ് ചോദിക്കും. ഓക്കെ, അതിനെല്ലാം വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഈ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. അത് ഇത്തരത്തിലുള്ള എസ്ഐകളോ അല്ലെങ്കിൽ കോൺവെർസേഷനോ നോട്ടീസോ ഒക്കെ ആയിരിക്കും തയ്യാറാക്കാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് സാറ് വിശ്വസിക്കുകയാണ്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഈ പോയം, വളരെ ചെറിയൊരു പോയമാണെങ്കിലും സിമ്പിളാണെങ്കിലും പവർഫുൾ ആയിട്ടുള്ളൊരു പോയമാണ്. നമ്മളത് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും ഒന്നുകൂടെ ഈ പോയം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇതിനകത്തുള്ള ഫിഗർ ഓഫ് സ്പീച്ചുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മീനിങ്ങുകളെല്ലാം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.